വീണ്ടും മോദി ട്രംപ് കൂടിക്കാഴ്ച നടന്നു. സൗഹൃദം പഴയതുപോലെയായോ? ഇല്ലേ, മോദി ട്രംപ് കൂടിക്കാഴ്ച G7 ഉച്ചകോടിയുടെ ഭാഗമായി ഫ്രാൻസിൽ വെച്ചാണ് നടന്നത്. അതിന് തൊട്ട് മുമ്പ് അതിൻ്റെ തലേന്നുമായി രണ്ട് രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടന്നു. ഒന്ന്, ഇന്ത്യയിൽ അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റ് ചർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള ടിമിത്ത് ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനമുണ്ട്. അവർ ഇന്ത്യയിൽ FCRA വ്യവസ്ഥകൾ ലംഘിച്ച് പ്രവർത്തിക്കുന്നു എന്ന് കണ്ട് ഇവിടെ അറസ്റ്റിലായ മിക്ക മാർക്ക് ഉൾപ്പെടെയുള്ള അതിൻ്റെ പ്രവർത്തകർക്കെതിരെ UAPA ചുമത്തി, ഭീകരവാദ കുറ്റം ഇന്ത്യ ചുമത്തി. നോക്കൂ, ട്രംപിനെ കാണാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് മോദി ചെയ്തതാണ്. ട്രംപിൻ്റെ സൈഡിൽ നിന്ന് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായി. അമേരിക്ക രണ്ട് കാര്യങ്ങൾ ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ടത്, അമേരിക്ക ഇന്ത്യയുടെ ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചു. അതിൽ POK എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ആയിട്ട് ചിത്രീകരിച്ചു. മാത്രമല്ല, അമേരിക്കയുടെ ഇൻഡോ പസഫിക് കമാൻഡിൻ്റെ പേര്, US ഇൻഡോ പസഫിക് കമാൻഡിൻ്റെ പേര് US കമാൻഡ് എന്നാക്കി, US പസഫിക് കമാൻഡ് എന്നാക്കി. ഇൻഡോ എന്ന വാക്ക് എടുത്തു കളഞ്ഞു. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ല. മാത്രമല്ല, സുഖകരമല്ലാതെ നീങ്ങാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായി ഹോർമുസിനടുത്ത് വെച്ച് 3 കപ്പലുകൾക്ക് നേരെ അമേരിക്ക വെടിവെച്ചു. അമേരിക്ക മിസൈൽ ആക്രമണം നടത്തി. പലാവു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൊടി ഉണ്ടായിരുന്ന MT സെറ്റബല്ല, പിന്നെ മാർവെക്സ്, റിനി ബിസാവു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കൊടിയുള്ള ആഫ്രിക്കൻ രാജ്യമാണ് MT ജൽബീർ എന്ന് പറയുന്ന 3 കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തു. 3-4 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇന്ത്യൻ കപ്പലാണോ എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ കപ്പലല്ല. പക്ഷേ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടു. അതിൽ നമ്മുടെ പ്രതിഷേധമുണ്ട്. അതുമാത്രമല്ല, 16 മാസത്തിന് ശേഷം മോദിയും ട്രംപും തമ്മിൽ കാണുമ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധം വല്ലാതെ വഷളായിട്ടുണ്ട്. താരിഫിൻ്റെ പേരിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇയാൾ കയറി ഞാനാണ് യുദ്ധം നിർത്തിയത് എന്ന് പറയുന്ന ചില പ്രസ്താവനകൾ, എത്ര വിമാനം വീണെന്നറിയാമോ എന്ന് ചോദിക്കുന്ന പ്രസ്താവനകൾ. യുദ്ധം കഴിഞ്ഞപ്പോൾ അയാൾ എത്ര വിമാനം വീണു? ഡസൻ കണക്കിനല്ല, 40-47 വിമാനങ്ങൾ വീണു എന്നാണ് അമേരിക്കയിലെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ഏജൻസിയുടെ റിപ്പോർട്ട് പറയുന്നത്. വിമാനവാഹി കപ്പലുകൾ 2 കാണാനില്ല, എവിടെയാണെന്ന് ഒരു വിവരവുമില്ല. അതുപോലെ അമേരിക്ക തകർന്ന് തവിടുപൊടിയായിരിക്കുന്നു. നമുക്കെതിരെ താരിഫ് ഏർപ്പെടുത്തി, വലിയ ഉപരോധം, ഇന്ത്യയും വിട്ടുകൊടുത്തില്ല. അതിനിടയ്ക്ക് ട്രംപ് 3 തവണ മോദിയെ വിളിച്ചു. മോദി ഒറ്റത്തവണയും ഫോണെടുത്തില്ല. ഇങ്ങനെ 16 മാസത്തിനിടയ്ക്ക് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വല്ലാതെ മോശമായി. അതിനുശേഷം ആദ്യമായിട്ട് കാണുകയാണ്. ഇതിനിടയ്ക്ക് ട്രംപ് വിളിച്ചിരുന്നു. അസിം മുനീർ അവിടെ അത്താഴത്തിന് ചെന്നപ്പോൾ മോദിയും കൂടെ ചെല്ലെന്ന് പറഞ്ഞപ്പോൾ, ഇല്ല, എനിക്ക് ഇന്ത്യയിൽ പോകണം, എനിക്ക് ഒഡീഷയിൽ ജഗന്നാഥൻ്റെ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞ് മോദി പോയില്ല. അപ്പോൾ ഇത് സിറ്റുവേഷൻ വളരെ മോശമാണ്. അത്ര നല്ല ബന്ധമില്ല. ഇപ്പോൾ വീഡിയോ കാണുന്നുണ്ട്. ട്രംപ് ഇരിക്കുന്നു, മോദി നടന്നു വരുന്നു. നടന്നു വന്ന ഉടനെ ട്രംപ് എണീക്കുന്നു. രണ്ടുപേരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു. മോദി എന്തോ സംസാരിക്കുന്നു. മോദിയുടെ ചുമലിൽ ഇങ്ങനെ ട്രംപ് ഒന്ന് തട്ടുന്നുണ്ട്. ഇത്രയേ സംഭവിച്ചുള്ളൂ. ഇതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. കണ്ടാൽ രണ്ടുപേരും ആലിംഗനം ചെയ്യുമായിരുന്നു, കെട്ടിപ്പിടിച്ച് സംസാരിക്കുമായിരുന്നു. അതുണ്ടായില്ല. വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കൈ കൊടുക്കലിൽ ഒതുങ്ങി. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത്, മോദി ആ യോഗത്തിൽ പ്രസംഗിച്ചതിന് ശേഷം മോദി പറഞ്ഞു, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ട്രംപ് ഇരിക്കുകയാണ്. പ്രതിസന്ധി എന്ന് പറയുന്നത് വിഭവങ്ങളില്ലാത്തതല്ല, പരസ്പരമുള്ള വിശ്വാസങ്ങൾ, ട്രസ്റ്റ് തകരുന്നതാണ്, വിശ്വാസവഞ്ചന ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ വിശ്വാസം തകരുന്നതാണ് ഇന്ന് ലോകരാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞിട്ടാണ് മോദി പ്രസംഗിക്കുന്നത്. വിഭവങ്ങളുണ്ട്, എല്ലാവർക്കും വിഭവമുണ്ട്. അതിപ്പോൾ ട്രംപിനെ കുറിച്ച് ഉദ്ദേശിച്ചാണോ എന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം, അല്ലേ? ഇപ്പോൾ ഈ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്വഭാവമുണ്ട്. വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ട്രംപിനിട്ടൊന്ന് കുത്തിയതാണെന്ന് പറയാം. അപ്പോൾ അല്ലെങ്കിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇറാനെ വിശ്വാസമില്ല, ഇസ്രായേലിന് ഇറാനെ വിശ്വാസമില്ല, ഇസ്രായേലിന് ഇപ്പോൾ അമേരിക്കയും വിശ്വാസമില്ല. അത് വേറെ കാര്യം. കാരണം ഞങ്ങളുടെ യുദ്ധം ഞങ്ങൾ തുടരും, ലെബനോൺ കരാറിൽ ഉൾപ്പെടുത്തി, അത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്നൊക്കെ നെതന്യാഹു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വല്ലാത്തൊരു വിശ്വാസ തകർച്ച ഉണ്ടാകുന്നതുകൊണ്ടാണ് സെലൻസ്കിയെ പുട്ടിന് വിശ്വാസമില്ല, അതുകൊണ്ട് യുദ്ധമാണ്. അപ്പോൾ വിശ്വാസ തകർച്ചയാണ്, വിഭവങ്ങളില്ലാത്തതാണ് ഇന്നത്തെ ലോകം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞത് വേണമെങ്കിൽ ട്രംപിനെതിരെയുള്ള ഒരു കുത്തുവാക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ വല്ലാത്തൊരു
അത്ര ഊഷ്മളമായ അല്ല വാംതായിട്ടുള്ള ഒരു റിലേഷൻ അല്ല. കാരണം മോദിയെ സംബന്ധിച്ച് മോദി കെട്ടിക്കയറി പോകുന്നില്ല. മുമ്പൊക്കെ പണ്ട് ഈ പാകിസ്ഥാനുമായി ഇന്ത്യ യുദ്ധത്തിൽ ഏർപ്പെടുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി നിക്സനെ കാണാൻ പോയി. നിക്സനെ കാണാൻ അമേരിക്ക ചെന്നിട്ട് നിക്സൻ്റെ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിന് മുന്നിൽ മണിക്കൂറുകൾ കാത്തിരുന്നിട്ട് കാണാൻ പറ്റാതെ തിരിച്ചു പോന്നു. ഇന്ത്യക്ക് നേരെ 7ാം കപ്പൽപ്പട ഇന്ത്യക്ക് നേരെ വന്നു. സോവിയറ്റ് യൂണിയൻ, അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ 11th ഫ്ലീറ്റ് ഇതറിഞ്ഞ് ഇന്ത്യക്ക് അഭിമുഖമായി ഇന്ത്യയെ സംരക്ഷിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇത് തിരിച്ചു പോയത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരുപാട് പേര് പറയുന്നുണ്ട്, ഡോക്യുമെൻറ്റുകളും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അതുപോലെ പോയി അമേരിക്കയുടെ മുന്നിൽ കെട്ടിക്കിടക്കാൻ നമ്മൾ തയ്യാറല്ല. കെട്ടിക്കിടക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ വേറെ സംഭവമുണ്ട്. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കപ്പലുകളുടെ കാര്യത്തിലെ പ്രതിഷേധം, നമ്മുടെ ആളുകൾ മരിച്ചില്ലേ? ചിലരൊക്കെ പറയുന്നുണ്ട്, പ്രിയ, ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നിട്ട് നരേന്ദ്രമോദി ഒന്നും ചെയ്തില്ല. ഇന്ത്യക്കാർ ഇന്ത്യൻ കപ്പലുകളല്ല. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ MT സെറ്റബല്ല ഓയിൽ ടാങ്കറാണ്, പിന്നെ മാർവെക്സ് ഓയിൽ ടാങ്കറാണ്. ഇന്ത്യൻ കപ്പലുകളല്ല, ജോലിക്കാർ ഇന്ത്യക്കാരാണ്. അത് പലാവു എന്ന് പറയുന്ന രാജ്യത്ത് രജിസ്റ്റർ ചെയ്താണ്. MT ജൽവീർ എന്നുള്ള കപ്പൽ റിനി ബിസാവുവിൽ രജിസ്റ്റർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആ രാജ്യങ്ങളുടെ കൊടി വെച്ചിരിക്കുന്ന കപ്പലാണ്. ഇതൊരു വലിയ തട്ടിപ്പാണ്. ഈ ലോക കപ്പൽ ഗതാഗത രംഗത്തെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഓരോ രാജ്യങ്ങളുടെ കൊടി വെക്കുന്നത്. ഇപ്പോൾ പലാവു എന്ന് പറയുന്ന രാജ്യം നമ്മളാരും കേട്ടിട്ടില്ല, എവിടെയാണെന്ന് പോലും ചോദിച്ചാൽ അറിയത്തില്ല. ആ രാജ്യത്തിൻ്റെ കൊടി വെച്ച് കിടന്നാൽ പിന്നെ ആ കപ്പൽ ആ രാജ്യത്തിൻ്റെ പ്രോപ്പർട്ടി പോലെയാണ്. അവിടുത്തെ നിയമങ്ങളാണ് അവിടെ ബാധകം. അപ്പോൾ നികുതി വെട്ടിക്കാൻ ഒക്കെയായിട്ട് ഇവർ ഏറ്റവും കപ്പൽ കൊണ്ട് ഇങ്ങനത്തെ ചില രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യും. അവിടെ രജിസ്ട്രേഷൻ ഫീസും കുറവായിരിക്കും. പിന്നെ ആ രാജ്യത്തിൻ്റെ കൊടി വെച്ചാണ് പോകുന്നത്. ജീവനക്കാരൊക്കെ വേറെ ആയിരിക്കും. ഈ കപ്പലിനെ കുറിച്ച് പറയുന്നത് ഇത് UAE IOS മറൈൻ FZD എന്ന് പറയുന്ന കമ്പനിയുടെ കപ്പലാണ് ഈ സെറ്റബെല്ലായും മാർവെക്സും. ഇത് ശരിക്കും UAEയുടെ കപ്പലാണ്. അത് ഇറാൻ്റെ ഷാഡോ ഫ്ലീറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നു എന്നാണ് അമേരിക്കയുടെ ആക്ഷേപം. കാരണം ഞങ്ങൾ അമേരിക്കയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുമ്പോൾ അമേരിക്കയുടെ ഉപരോധത്തെ മറികടക്കാൻ വേണ്ടി ഇറാനിൽ നിന്ന് ഇന്ധനം കൊണ്ടുപോകുന്ന കപ്പലാണ്. അതുകൊണ്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. അതിൽ ആരുണ്ട്? ഇന്ത്യക്കാരുണ്ട്. ഞങ്ങൾ ആക്രമിച്ചത് ഇന്ത്യക്കാരെയല്ല, ഞങ്ങൾ ആക്രമിച്ചത് പലാവുവിൻ്റെ കപ്പലിലാണ്. അത് ഇറാനെ സഹായിക്കുന്ന കപ്പലാണ്. അമേരിക്കയുടെ വാദം അതാണ്. അത് സാങ്കേതികമായി ശരിയുമാണ്. ഇന്ത്യക്ക് അതിനപ്പുറത്തൊന്നും ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യ മുമ്പ് ചെയ്തിട്ടുണ്ട്. പ്രിയൻ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ദേവയാനി കൊബ്രഗഡെ എന്ന് പറയുന്ന നമ്മുടെ അമേരിക്കയിലെ ഡെപ്യൂട്ടി കോൺസൽ ജനറൽ ദേവയാനി കൊബ്രഗഡെ അവരുടെ ഒരു വീട്ടിലെ ജോലിക്കുമൊക്കെ ആയിട്ട് സംഗീത റിച്ചാർഡ് എന്ന് പറഞ്ഞ സ്ത്രീയെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവർ ചില വ്യാജരേഖകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ സംഗീത റിച്ചാർഡിനെ അമേരിക്ക കൊണ്ടുപോയത്, വിസ കിട്ടാൻ വേണ്ടിയിട്ട്. എന്ന് മാത്രമല്ല, ഇവർക്ക് വളരെ കുറഞ്ഞ ശമ്പളം കൊടുത്തുള്ളൂ. അമേരിക്കയിലെ മിനിമം വേജ് കൊടുത്തുമില്ല. അന്വേഷണം വന്നു. ഈ സംഗീത റിച്ചാർഡ് മറ്റോ പരാതിപ്പെട്ടപ്പോഴാണ്, എനിക്ക് പറഞ്ഞ ശമ്പളം ഒന്നും തരുന്നില്ല, ഒരു എച്ചിത്തരമാണല്ലോ ദേവയാനി കാണിച്ചത്. ഇവിടുന്ന് ആളെ കൊണ്ടുപോയിട്ട് പറഞ്ഞ ശമ്പളം കൊടുത്തില്ല. അവർ പരാതിപ്പെട്ടപ്പോൾ ഇവരുടെ വിസ രേഖകൾ ഇന്ത്യയുടെ ഡെപ്യൂട്ടി കോൺസൽ ജനറലായ ദേവയാനി കൊബ്രഗഡെ വ്യാജമായി ഉണ്ടാക്കിയതാണെന്ന് അമേരിക്ക കണ്ടെത്തി. അവർ നേരെ ഇന്ത്യ ഡിപ്ലോമാറ്റാണെന്ന് കരുതിയില്ല, നേരെ കൊണ്ടുപോയി ദേവയാനി കൊബ്രഗഡെ വിലങ്ങ് വെച്ചു. അവിടെ കൊണ്ടുപോയി തുണി അഴിച്ച് പരിശോധിച്ചു അവിടുത്തെ രീതികൾ. എന്നിട്ട് സാധാരണ തടവുകാർ പാർപ്പിക്കുന്ന സെല്ലിലടച്ചു. ഇത് ഇന്ത്യയിൽ വലിയ പ്രതിഷേധമുണ്ട്. ഇന്ത്യൻ സർക്കാർ ചില പ്രതികാര നടപടികളുണ്ട്. 2013 ഡിസംബർ 12 ഈ സംഭവം. ഇന്ത്യ എന്ത് ചെയ്തു? ഇന്ത്യ കുറച്ച് പ്രതികാര നടപടികൾ സ്വീകരിച്ചു. ഞങ്ങളുടെ ഒരു ഡിപ്ലോമാറ്റിനെ ഇങ്ങനെ ആക്ഷേപിച്ചാൽ ഞങ്ങൾ ചില പണി ചെയ്യും എന്ന് പറഞ്ഞ് അമേരിക്കയെ ഞെട്ടിക്കുന്ന നടപടികൾ. കാരണം ഇന്ത്യക്ക് അങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ ഡെപ്യൂട്ടി കോൺസൽ ജനറലിനെ പിടിച്ചിട്ട് സാധാരണ പോക്കറ്റടിക്കാരൻ്റെയും ഒക്കെ കൂടെ ജയിലിൽ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ആത്മാഭിമാനം തകർന്നു പോകുന്നതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്തു? ഡൽഹിയിലെ അമേരിക്കൻ എംബസിയുടെ മുന്നിലുണ്ടായിരുന്ന പോലീസ് ബാരിക്കേഡുകളൊക്കെ നമ്മളങ്ങ് മാറ്റി. വലിയ കോൺക്രീറ്റൊക്കെ വെച്ചിട്ടുണ്ട്, അത് മാറ്റി പോലീസ് പിൻവലിച്ചു. എന്നിട്ട് അവിടെ എംബസിയിലെ ജീവനക്കാർ അവരെടുത്തിരിക്കുന്ന ഇന്ത്യൻ ജീവനക്കാർ ഇവരുടെ ശമ്പളത്തിൻ്റെ ഡീറ്റെയിൽസ് നികുതി ഒഴിവ് കൊടുക്കുന്നത് റദ്ദാക്കി. അമേരിക്കൻ എംബസി നടത്തുന്ന സ്കൂളുകൾക്കെതിരെ നടപടിയെടുത്തു. എന്തിന്? ഈ എംബസിയിലൊരു ക്ലബ്ബുണ്ട്. ഈ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം പോയിരുന്ന് നടനം അടിക്കാനുള്ള സ്ഥലമാണ്. ക്ലബ്ബ് ഭക്ഷണം കഴിക്കുക എല്ലാം ചെയ്യാം. അതുകൂടാതെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുണ്ട്. അവിടെ വേണമെങ്കിൽ ക്ലബ്ബിലെ അംഗങ്ങൾക്ക്, അതായത് അവിടുത്തെ ജീവനക്കാർക്ക് ഗസ്റ്റുകളെ കൊണ്ടുവരാം. ഇപ്പോൾ ഞാൻ അമേരിക്കൻ എംബസിയിലെ ഒരു ജീവനക്കാരൻ, അമേരിക്കക്കാരൻ തന്നെയല്ല, ഇന്ത്യക്കാരൻ ജീവനക്കാരുണ്ട്. എനിക്കപ്പോൾ എന്ത് വേണം? പ്രിയനെയോ മറ്റാളെയോ ഇവിടെ ഗസ്റ്റായിട്ട് കൊണ്ടുപോകാം. ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഇപ്പോൾ രാമോർമ്മ ക്ലബ്ബിലൊക്കെ അങ്ങനെയാണ്, ഗസ്റ്റിനെ കൊണ്ടുപോകാം. അവിടെ പോയാൽ സിവിൽ സപ്ലൈസ് റേറ്റിൽ സാധനം കിട്ടും. അതാണ് ഗുണം. അപ്പോൾ അമേരിക്കയുടെ എംബസിയിലുള്ള ക്ലബ് ഹൗസിലേക്ക് ആളുകളെ കൊണ്ടുപോകായിരുന്നു.
അതെല്ലാം കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ നല്ല തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. കാരണം അവിടെ നമ്മുടെ രാജ്യത്തെ നേരിട്ട് ജയിലിടുന്ന പോലെയാണ് നമ്മുടെ ഡെപ്യൂട്ടി കോൺസൽ ജനറലിനെ സെല്ലിലടച്ചത്, ബലങ്ക് വെച്ചത്, അപമാനിച്ചത് അന്ന് ചെയ്തു. പക്ഷേ ഇവിടെ നമുക്ക് പരിമിതിയുണ്ട്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ത്യയുടെ കപ്പലിനെ ആക്രമിച്ചോ? കാരണം ഒരു രാജ്യത്തിൻ്റെ കൊടി വെച്ചാൽ ആ രാജ്യത്തെ നിയമമാണ് ആ കപ്പലിൽ ബാധകം. ആ രാജ്യത്തിൻ്റെ പലാവു എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ അല്ലല്ലോ. അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താണ് എന്ത് പറയുന്ന റിനി ബിസാവു എന്ന് പറയുന്ന രാജ്യം, ഗിനി റിസാവു എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയല്ലോ, വേറൊരു രാജ്യമല്ലേ. ഞങ്ങൾ പ്രതിഷേധം ഉണ്ടെങ്കിൽ അവരല്ലേ പറയേണ്ടത്. പക്ഷെ അവർ പ്രതിഷേധിക്കത്തില്ല. കാരണം കപ്പൽ അവരുടെ അല്ല, വേറെ ആളുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു തട്ടിപ്പാണ്. ആ തട്ടിപ്പിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഫ്ലാഗുള്ള കപ്പലല്ലാത്തത് കൊണ്ട് നമുക്ക് പരിമിതിയുണ്ട്. ഇന്ത്യക്ക് ചെയ്യാവുന്നത് എന്താണ്? ഇന്ത്യ പ്രതിഷേധിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മുതിർന്ന അമേരിക്കയിലെ ചാറ്റ് അഫയേഴ്സിനെ വിളിച്ചു വരുത്തി, 2 തവണ വിളിച്ചു വരുത്തി നമ്മൾ ജയശങ്കർ മാർക്കോ റൂബിയോട് നേരിട്ട് സംസാരിച്ചു. അവിടെ ബാക്കിയുള്ളവരെ മുഴുവൻ വരെ നമ്മൾ തിരിച്ചെത്തിച്ചു. എല്ലാം ഡെഡ് ബോഡി ഉൾപ്പെടെ കൊണ്ടുപോകും. ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് സാങ്കേതികമായി നമ്മുടെ കപ്പലുകളാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു വലിയ ആക്ഷേപം പറയുന്നത്, രാഹുൽ ഗാന്ധിക്ക് പറയുന്നത് അമേരിക്ക ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചു. അവിടെ ഇന്ത്യൻ കപ്പൽ ആക്രമിച്ചു എന്ന് പറയാൻ പറ്റില്ല. വിദേശ പതാകയുള്ള കപ്പൽ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ കപ്പൽ എന്നാണ്. അതും റഷ്യക്ക് വേണ്ടി പണിയെടുക്കുന്നത്. ഇറാന് വേണ്ടി ഇറാൻ്റെ ബ്ലോക്കേഡ് മറികടക്കാൻ വേണ്ടി നിന്ന കപ്പൽ എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ സാങ്കേതികമായ പ്രശ്നമുണ്ട്. ഇത് രാഹുൽ ഗാന്ധിക്ക് അറിഞ്ഞുകൂടാത്ത അല്ല. അപ്പോൾ ഇങ്ങനെ വല്ല, അപ്പോൾ എന്തായാലും നമ്മുടെ പൗരന്മാർ 4 പേര് കൊല്ലപ്പെട്ടു, അതിൽ പ്രതിഷേധമുണ്ട്. ഇങ്ങനെ വല്ല കാലുഷ്യമുള്ള, ഫ്രണ്ട്ലി അല്ലാത്ത, വാംതല്ലാത്ത സാഹചര്യത്തിലാണ് മോദിയും ട്രംപും തമ്മിൽ കണ്ടിരിക്കുന്നത്. അപ്പോൾ മാർക്കോ റൂബിയോ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ട്രംപ് ഇന്ത്യയിലേക്ക് വരുമെന്ന്. വരട്ടെ, കാര്യങ്ങൾ ഒരുപക്ഷെ മെച്ചപ്പെടുമായിരിക്കാം. പക്ഷേ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത് അറിയത്തില്ല. ലോകത്ത് ഇതുപോലെ മോദി പറഞ്ഞ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും ട്രസ്റ്റ് നഷ്ടപ്പെട്ട ഒരു കാലമില്ല. ആരുടെ? അമേരിക്കൻ പ്രസിഡൻറ്റിനെ ആർക്കും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇന്ന് ആക്രമിക്കും, നാളെ ആക്രമിക്കും, ഇപ്പോഴും ആക്രമിക്കത്തില്ല. എന്താണ് ഓരോ നിമിഷവും പറയുന്ന കാര്യങ്ങൾ മാറ്റി മറിച്ച് അമേരിക്ക എന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമായി കണക്കാക്കപ്പെടുന്ന അമേരിക്കയെ ഒന്നുമല്ലാത്ത വലിയ പതനത്തിലെത്തിച്ചു ട്രംപ് എന്ന് പറയേണ്ടി വരും. ബുദ്ധി തകരാറുള്ള ഒരാളെ പോലെ തോന്നും പലപ്പോഴും. അങ്ങനെയാണല്ലോ പറയുന്നത്. പ്രായമായില്ലേ, ഇനി 2029 ജനുവരി വരെ ഈ മനുഷ്യനെ ലോകം സഹിക്കണം. അതാണ് അതിനകത്ത് ദുരന്തം.